നമസ്കാരം, സഹകാർ എക്സ്പ്രസിലേക്ക് ഏവർക്ക് സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്ന മാരത്തോൺ ആണ് നമ്മുടെ ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസിന്റെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം രണ്ടാമത്തെ പാർട്ടാണ്. ഇതോടെ നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും കവർ ആവുന്നുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ അഫക്റ്റിംഗ് ദ എക്കണോമി ഓഫ് എ ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലും വേണമെന്നില്ല, എന്നാൽ ഉള്ള ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ അവർ ഒരു ഫാക്ടറായിട്ട് എക്കണോമി എന്ന് പറയുന്ന ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാത്തത് എന്തൊക്കെയാണ് എന്നാണ്. സോ ഫസ്റ്റ് വൺ ഈസ് മാനുഫാക്ചറിംഗ് റിക്വയർമെന്റ് ആൻഡ് ബി മെറ്റീരിയൽ റിക്വയർമെന്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, മാനുഫാക്ചറിംഗ് സ്റ്റാഫ്. സോ ഇതിൽ നമുക്ക് കാണുമ്പോഴേ അറിയാം ഉത്തരം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ മാനുഫാക്ചറിംഗ് റിക്വയർമെന്റ്, ഒരു സാധനം മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ റിക്വയർമെന്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. രണ്ട്, മെറ്റീരിയൽ റിക്വയർമെന്റ്, മെറ്റീരിയൽസ് അവിടെ ആവശ്യമുണ്ടോ, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ ആവശ്യമുള്ളതെന്ന് തിരിച്ചറിയണം. ആൻഡ് മാനുഫാക്ചറിംഗ് സ്റ്റാഫ്, ഈ ഉള്ള സ്റ്റാഫുകൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റാഫിംഗ് ആണോ ഉള്ളത്, HR ആണോ ഉള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് ആവശ്യം എന്തായാലും ഉണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിറ്റർമൈൻ ദ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ കപ്പാസിറ്റി, അത് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയത്. രണ്ട്, അവൈലബിലിറ്റി ഓഫ് എക്യുപ്മെന്റ്, അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഡോക്ടേഴ്സ്, അവൈലബിലിറ്റി ഓഫ് പേഷ്യൻസ്. സോ എന്താണ് ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗിന്റെ കപ്പാസിറ്റിയെ തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്, എന്നാൽ ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗിന്റെ കപ്പാസിറ്റിയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെയുള്ള എക്യുപ്മെന്റ്സ് അല്ല. അപ്പൊ എക്യുപ്മെന്റ്സ് ആണ് എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റലിന് ഒരു മാനുഫാക്ചറിംഗ് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം, നമുക്ക് എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റി ആണ് അറിയേണ്ടത്. ഇനി വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഡിമാൻഡ് ബേസ്ഡ് ഓൺ എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്. സോ ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും ഒക്കെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് എന്ത് മെത്തേഡിൽ നിന്നാണ് പറയുന്നത്. കാഷ്വൽ മോഡൽ മെത്തേഡ് ആൻഡ് പാസ്റ്റ് ഹിസ്റ്ററി അനാലിസിസ്, ജഡ്ജ്മെന്റ് മെത്തേഡ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ. സോ മിക്കവാറും ആൾക്കാർ കുത്താൻ പോകുന്നത് പാസ്റ്റ് ഹിസ്റ്ററി അനാലിസിസ് ആയിരിക്കും മിക്കവാറും ആൾക്കാർ കുത്തുക. എന്നാൽ ശ്രദ്ധിച്ചോളാം, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് തിരിഞ്ഞു പോവും. ഒരു കാരണവശാലും എന്തല്ല, പാസ്റ്റ് എക്യുപ്മെന്റ് അല്ല എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ഉത്തരം എന്താണ്? ജഡ്ജ്മെന്റ് മെത്തേഡാണ്. ജഡ്ജ്മെന്റ് മെത്തേഡാണ് നമ്മൾ പണ്ടത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് ജഡ്ജ് ചെയ്യണം. പേര് പറയുന്ന പോലെ തന്നെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് പറയാം, ഓക്കെ മഴ സമയമാണ്, നമുക്ക് പാരസ്റ്റമോളിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജലദോഷവും പനിക്കുമുള്ള മരുന്നുകൾ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യുകയാണ് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ എസ്റ്റിമേഷൻ പ്രോസസ്. അതായത് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യാറുണ്ട്. ബഡ്ജറ്റ് നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് നോക്കാറുണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് റോ മെറ്റീരിയൽസിന്റെ ആവശ്യങ്ങൾ നോക്കാറുണ്ട്. സോ ഒരുപാട് എസ്റ്റിമേഷൻ സമയത്ത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഹെഡ് എന്നാണ് ചോദ്യം. അത് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഹെഡ് ലൈക്ക് എസ്റ്റിമേഷൻ പ്രോസസ്സിൽ എന്ത് കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, ഡിമാൻഡ് അനാലിസിസ്, മാനുഫാക്ചറിംഗ്, ക്വാളിറ്റി കൺട്രോൾ. ഉത്തരം നോക്കുക, ഹെഡ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി ആണ്. ഇവിടെ പറയുന്നുണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് അല്ല, ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഹെഡ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു ഫാർമസി കടയിൽ നമ്മുടെ ഒരു മൊയിലാളി എന്താ ചെയ്യുക, അവരായിരിക്കും പൈസയുടെ ഇടപാട് നടത്തുക, അല്ലെങ്കിൽ അവരായിരിക്കും കൂടുതൽ എന്താണ് എപ്പോഴാണ് എത്ര സാധനങ്ങൾ വാങ്ങണം തീരുമാനിക്കുക അല്ലെ. അപ്പൊ അവരായിരിക്കും കൂടുതലും ബഡ്ജറ്റുകൾ നോക്കുക. അപ്പൊ എപ്പോഴും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ അവരായിരിക്കും അത് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫാർമസി ആയിക്കോട്ടെ, ബേസിക്കലി റോ മെറ്റീരിയൽസ് ആയാലും അല്ലെങ്കിൽ പാക്കേജിംഗ് മെറ്റീരിയലായാലും അല്ലെങ്കിൽ മെഡിസിൻ ആയാലും വാട്ട് എവർ ദേ നീഡ് ഓർ ദേ റിക്വയർഡ്, സോ ദേ വിൽ പ്രിപ്പയർ എ ബഡ്ജറ്റ് അക്കോർഡിംഗ് ടു ദ കൺസെപ്ഷൻ ഓർ ലൈക്ക് വിത്ത് ആൻ ജഡ്ജ്മെന്റ് അല്ലെ. അവരെന്തെങ്കിലും വെച്ചിട്ട് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു UM വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആണ് ബേസിക്കലി ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഇവർ തീരുമാനിക്കുക എന്നുള്ളതാണ്.
So next question, which of the following is not a compound of the total cost estimation for manufacturing in a hospital? So ഒരു ഹോസ്പിറ്റലിൽ മാനുഫാക്ചറിങ്ങിൽ ഒരു കമ്പൗണ്ട് അല്ലാതെ ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേഷൻ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ബേസിക്കലി നമ്മളിപ്പം എസ്റ്റിമേറ്റ് ചെയ്യും. ഇപ്പം ഞാനൊരു പപ്പടക്കട തുടങ്ങി കഴിഞ്ഞാൽ പപ്പടക്കടയിൽ ഞാൻ കോസ്റ്റ് അല്ലെങ്കിൽ പണം ഇറക്കേണ്ടത് എവിടെ, പണം ഇറക്കേണ്ടാത്തത് എവിടെ എന്ന് തീരുമാനിക്കുന്നത്, പണം നമ്മളെ ബാധിക്കാത്തത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ശരിയാണ്, എനിക്ക് പപ്പടം ഉണ്ടാക്കണമെങ്കിൽ ഉഴുന്നും എണ്ണയൊക്കെ വേണം, അത് വളരെ അത്യാവശ്യമാണ്. കോസ്റ്റ് ഓഫ് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ്, അതായത് വാങ്ങുന്ന ആൾക്കാരുടെ വരുന്ന ചിലവ് അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്കാർ ഓട്ടോ പിടിച്ച് വരുന്നു ബസ് പിടിച്ച് വരുന്നു എന്നുള്ളത് എന്നെ പറ്റി ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. മാൻ പവർ അല്ലെങ്കിൽ സാലറി, അത് എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി ഞാൻ കൊടുക്കണം. മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സ് അല്ലേ. സോ ഉത്തരം എന്താണ്? കോസ്റ്റ് ഓഫ് എ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രൂപേനെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദി സ്റ്റെറിലിറ്റി ടെസ്റ്റ് ഇൻ ദി പാരലൽ മാനുഫാക്ചറിങ്? സോ പാരലൽ മാനുഫാക്ചറിംഗിലെ സ്റ്റെറിലിറ്റി ടെസ്റ്റിന്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നാണ് ചോദ്യം. ടു എൻഷുർ ഐസോട്ടോണിസിറ്റി. ഐസോട്ടോണിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണോ? അല്ല അല്ലേ. ടു ചെക്ക് ദ പ്രസൻസ് ഓഫ് പൈറജൻ. പൈറജൻ അതിലുണ്ടോ ഇല്ലയോ എന്ന് അറിയുക എന്നുള്ളതാണ്. അങ്ങനെയാണോ? പൈറജൻ ഉണ്ടോ എന്ന് അറിയണോ? അല്ല അല്ലേ. സോ എൻഡോടോക്സിൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യം അവിടെ ഇല്ല. ടു എൻഷുർ ഐസോട്ടോണിസിറ്റി അല്ല. സോ ടു ടെസ്റ്റ് ഫോർ കെമിക്കൽ സ്റ്റെബിലിറ്റി, കെമിക്കൽ സ്റ്റേബിൾ ആണോ എന്നുള്ളത്. ടു കൺഫേം ദ ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം. ശ്രദ്ധിക്കുക, സ്റ്റെറിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ആബ്സെൻസ് നമ്മളൊക്കെ അറിയാം. നമ്മളൊരു പാരലൽ ഉണ്ടാക്കണേ, അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ അത്രയും ഒരു അസെപ്റ്റിക് അല്ല ഉണ്ടാക്കുന്നത്, നമ്മളിപ്പോൾ സ്റ്റെറിലിറ്റി അഷ്യൂർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഫൈനലിലുള്ള പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, മൈക്രോ ഓർഗാനിസം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പം നമ്മളത് കൺഫേം ചെയ്യാണ്, നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിൽ മൈക്രോ ഓർഗാനിസം ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാണ്. അപ്പോൾ നിർബന്ധമായിട്ടും പാരലൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം ആണ്, അല്ലാതെ പൈറോജനിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതല്ല. പൈറോജൻ അല്ല, ശ്രദ്ധിക്കുക, ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ which area in the sterile production manufacturing layout is designed for temporary storage awaiting quality control approval? അതായത് നമ്മൾ ഒരു സ്റ്റോറേജ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോറേജ് ഏരിയയുടെ ഒരു ഭാഗത്ത് അപ്രൂവലിന് മുന്നേ, അതായത് നമ്മൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അപ്രൂവലിന് മുന്നേ സ്റ്റോർ ചെയ്യുന്ന ഏരിയയുടെ ഭാഗത്തിൻ്റെ പേരെന്ത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഉത്തരം അസെപ്റ്റിക് ഏരിയ, ക്വാറന്റൈൻ ഏരിയ, പ്രിപ്പറേഷൻ ഏരിയ, സർവീസ് ഏരിയ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഉത്തരം ഐഡന്റിഫൈ ചെയ്യണം. സോ ഉത്തരം എന്താണ്? ക്വാറന്റൈൻ ഏരിയ ആണ്. അപ്പം നമ്മൾ ക്വാറന്റൈൻ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പററി സ്റ്റോറേജ് ആണ്. എന്താണ്? ടെമ്പററി സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ, എന്തിനു വേണ്ടി? ഓഫ് പ്രൊഡക്റ്റ് അവൈറ്റിംഗ് ഫോർ ദി ക്വാളിറ്റി കൺട്രോൾ അപ്രൂവൽ. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വെക്കുന്ന ഡ്രഗിനെയാണ്, ഡ്രഗ്സ് മാത്രമാണെന്നില്ല, ഡയഗ്നോസ്റ്റിക്സ് ആവും, വാട്ട് എവർ, എന്തായാലും മാറ്റി വെക്കുന്ന ഒരു ഏരിയ നമ്മൾ എന്ത് പറയുക, ക്വാറന്റൈൻ ഏരിയ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡിറ്റീവ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഓക്സിഡേഷൻ ഇൻ പാരലൽ ഫോർമുലേഷൻ? സോ ഒരു പാരലൽ ഫോർമുലേഷനിൽ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഡിക്റ്റീവ് ഏതെന്നാണ് ചോദ്യം. സോ സോൾബിളൈസിങ് ഏജന്റ്, സ്റ്റെബിലൈസർ, ബഫർ, ടോണിസിറ്റി, കോൺട്രിബ്യൂട്ടർ. സോ ബേസിക്കലി ചോയ്സ് ശ്രദ്ധിക്കുക, ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യുക. അപ്പോൾ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുന്ന പേരെന്താണ്? ആന്റി ഓക്സിഡൻസ് ആണ് അല്ലേ. അപ്പോൾ സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് ആണ് ഒരു പാരലൽ ഫോർമുലേഷനിൽ നമ്മൾ എന്ത് ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഡിക്റ്റീവ് എന്ന് നമുക്ക് പറയാം. So what is the function of laminar airflow in sterile manufacturing area? So നമ്മുടെ ഒരു sterile manufacturing ഏരിയയിൽ ലാമിനാർ എയർഫ്ലോന്റെ ഫംഗ്ഷൻ എന്ത് എന്നാണ് ചോദ്യം. സോ ടു ഇൻക്രീസ് ദ സോലബിലിറ്റി ഓഫ് ഡ്രഗ്, ഒരു ഡ്രഗിന്റെ സോലബിലിറ്റി കൂടണാണോ? അല്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അസെപ്റ്റിക് ഏരിയയിൽ ലാമിനാർ ഫ്ലോ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സേഫ്റ്റി ഹുഡ് ഉണ്ട് അല്ലേ, ഈ സേഫ്റ്റി ഹുഡിനകത്ത് നമ്മൾ സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു അസെപ്റ്റിക് ഏരിയ അല്ലെങ്കിൽ ഒരു അസെപ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ലാമിനാർ ഫ്ലോ വേണം, നമുക്കറിയാം. സോ ഡ്രഗിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി അല്ല, തെറ്റാണ്. ടു പ്രിവെന്റ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ, അതെ അല്ലേ. സോ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ബാക്കി എക്സാമ്പിൾസും കൂടെ നോക്കാം. ടു മെയിൻ ഐസോട്ടോണിസിറ്റി, ടു ലേബൽ ആൻഡ് പാക്ക് പ്രൊഡക്ട്സ്. അപ്പോൾ എന്താണ്? ഐസോട്ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഐസോട്ടോണിസിറ്റി അഡ്ജസ്റ്റർ ഉപയോഗിച്ചാൽ പോരെ. ലേബലിങ്ങും പാക്കിങ്ങും ചെയ്യാൻ വേണ്ടി മെഷീൻസോ അല്ലെങ്കിൽ ഹ്യൂമനോ എന്തെങ്കിലും ചെയ്താൽ പോരെ. അപ്പോൾ എന്താണ് ഉത്തരം? ടു പ്രിവെന്റ് ദ മൈക്രോബിയൽ കണ്ടാമിനേഷൻ. അതായത് ലാമിനാർ എയർഫ്ലോ നമുക്ക് എന്താ ചെയ്യുക? നമുക്ക്
ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അസെപ്റ്റിക് എൻവയോൺമെന്റ് നമുക്ക് കൺഫേം ചെയ്ത് തരികയും മൈക്രോബിയൽ കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുകയും ഒരു തരത്തിലും നമുക്ക് അവിടെ എന്തുണ്ടാവില്ല, മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് കേട്ടോ. സോ വിച്ച് മെത്തേഡ് ഓഫ് പർച്ചേസിംഗ് ഇൻവോൾവ് അക്വയറിംഗ് ഐറ്റം ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ ത്രൂ എ സെൻട്രൽ കമ്മിറ്റി. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു സെൻട്രൽ കമ്മിറ്റി ഉണ്ട്. ആരുണ്ട്? സെൻട്രൽ കമ്മിറ്റി ഉണ്ട്. സോ സെൻട്രൽ കമ്മിറ്റി വഴിയായിട്ടായിരിക്കും ഹോസ്പിറ്റൽസിലെയും ഫാർമസിയിലെയും എല്ലാ ഭാഗത്തിലേക്കുമുള്ള പ്രൊക്യൂർമെന്റ് നടക്കുന്നത്. സോ അതിന് പറയുന്ന പേര് എന്തെന്നാണ് ചോദ്യം. സോ നമുക്ക് ഓൾറെഡി അറിയാം സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹിന്റ് ഉണ്ട് അല്ലേ. സോ ഡയറക്റ്റ് പർച്ചേസ്, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, എമർജൻസി പർച്ചേസിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസ്. സോ നമുക്ക് എമർജൻസി പർച്ചേസിങ് കട്ട് ചെയ്യാം. ഡയറക്റ്റ് പർച്ചേസും സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. സോ ഡീസെൻട്രലൈസ്ഡ് അല്ല അല്ലേ, ഡീസെൻട്രലൈസ്ഡ് അല്ല. ഇവിടെ എന്താണ്, ഒരു സെൻട്രലിൽ ഒരു സെൻറ്റർ ഉണ്ട്, അവർ പ്രൊക്യൂർ ചെയ്യുന്നു, അവർ ബാക്കിയുള്ള ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതല്ല. ഈ ഡയറക്റ്റ് പർച്ചേസ് ആണോ? അല്ല. ഡയറക്ട്ലി എന്ന് വെച്ചാൽ ഇവരെല്ലാം ഡയറക്ട്ലി വാങ്ങുവാണോ ചെയ്യുന്നത്? അല്ല അല്ലേ. ഒരാൾ വാങ്ങിയിട്ട് അയാൾ മറ്റുള്ള ആൾക്കാർ കൊടുക്കുവാണ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യാൻ പേര് പറയാം? സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്നാണ് അതിനെ പറയുന്നത്. ഉത്തരം എന്താണ്? സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്നാണ് പറയാം. സോ വിച്ച് ടൈപ്പ് ഓഫ് ലാമിനാർ ഫ്ലോ സിസ്റ്റം ഹാസ് എയർ ഫ്ലോ ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം? ടോപ്പിൽ നിന്ന് ടോപ്പ് ടു ബോട്ടത്തിലേക്ക് വരുന്ന എയർ ഫ്ലോയിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ലാമിനർ ഫ്ലോ, വെർട്ടിക്കൽ, ഡയഗണൽ ആൻഡ് സർക്കുലർ. ഉത്തരം എന്താണ്? വെർട്ടിക്കൽ ലാമിനർ ഫ്ലോ. ആ വെർട്ടിക്കൽ ലാമിനർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ടിപ്പിക്കലി ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ആയിരിക്കും അതിന്റെ ഫ്ലോ ഉണ്ടാവുക. ഫ്ലോ മറന്നു പോകരുത്, വെർട്ടിക്കൽ ആണ് കേട്ടോ. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് വെറ്റിംഗ് ഏജന്റ് ഇൻ പാരലൽ ഫോർമുലേഷൻ? ഒരു പാരലൽ ഫോർമുലേഷനിൽ നമ്മൾ വെറ്റിംഗ് ഏജന്റ് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ്. ടു പ്രിവെന്റ് മൈക്രോബിയൽ ഗ്രോത്ത്, ടു ഇൻക്രീസ് സോലബിലിറ്റി, ടു മെയിൻറ്റെയിൻ ഐസോട്ടോണിസിറ്റി, ടു എയ്ഡ് സസ്പെൻഡിങ് പാർട്ടിക്കിൾ. ഉത്തരം ശ്രദ്ധിക്കണം. വെറ്റിംഗ് ഏജന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ എന്താണ്, നമ്മൾ സസ്പെൻഡിങ് പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വെറ്റിംഗ് ഏജന്റ് ആർ യൂസ്ഡ് ടു എയ്ഡ് ഇൻ ദ സസ്പെൻഷൻ ഓഫ് പാർട്ടിക്കിൾ എൻഷുവറിംഗ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അതായത് എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ഡ്രഗിന്റെ അവൈലബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ, അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് എന്ത്? സസ്പെൻഡിങ് ഏജന്റ്. എന്താണ്? സസ്പെൻഡിങ് ഏജന്റ്. ഓൾറെഡി നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു? സ്യൂട്ടിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ സസ്പെൻഡിങ് ഏജന്റ്. സോ what is assessed in the pyrogen test for parenterals? So parenteralsൽ നമ്മൾ pyrogen ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ അസസ് ചെയ്യുന്നത് എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ടെസ്റ്റുകൾ, പല സെല്ലുലാർ ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചതാണ്. സോ ഓൾറെഡി നമ്മൾ പൈറോജൻ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ്? പൈറോജൻ ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് നോക്കാം. സോ കെമിക്കൽ സ്റ്റെബിലിറ്റി, പ്രസൻസ് ഓഫ് എൻഡോടോക്സിൻ, ക്ലാരിറ്റി ഓഫ് സൊല്യൂഷൻ, ഐസോട്ടോണിസിറ്റി. ഐസോട്ടോണിസിറ്റി അല്ല, കെമിക്കൽ സ്റ്റെബിലിറ്റി അല്ല, ക്ലാരിറ്റിയും അല്ല. അപ്പൊ എന്താണ്? പ്രസൻസ് ഓഫ് എൻഡോടോക്സിൻ. അതായത് പൈറോജൻ ടെസ്റ്റ് ചെയ്യുന്നത് എൻഡോടോക്സിൻസ് ഉണ്ടോ എന്നുള്ളതാണ്. സോ എൻഡോടോക്സിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് അല്ലേ. ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണക്കാരനാണ് എൻഡോടോക്സിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻഡോടോക്സിൻ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, വിച്ച് എക്യുപ്മെന്റ് ഈസ് യൂസ് to ensure the removal of dust and fumes in non-sterile manufacturing area? So ഒരു non-sterile manufacturing ഏരിയയിൽ ഡസ്റ്റുകളും ഫ്യൂംസുകളും ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് പേരെന്താണ്? ഓവൻ, ടാബ്ലറ്റ് കൗണ്ടർ, എക്സോ സിസ്റ്റം, പോളിഷിംഗ് പെൻ. എന്താണ്? എക്സോസ്റ്റ് സിസ്റ്റം ആണ്. എക്സോസ്റ്റ് ചെയ്യാണ് അല്ലേ, അവിടെ എക്സോസ്റ്റ് നടക്കുവാണ്. അവിടെ നിന്ന് ഇവിടെ സക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കളയുവാണ് ചെയ്യുക. അപ്പൊ റിമൂവൽ ഓഫ് ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് ത്രൂ മെയിൻറ്റെയിനിങ് ബൈ ദി എക്സോസ്റ്റ് സിസ്റ്റം ആണ്. സോ വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് യൂസിങ് എ കോട്ടിംഗ് പാൻ ഇൻ ടാബ്ലറ്റ് മാനുഫാക്ചറിംഗ്? ടാബ്ലറ്റ് മാനുഫാക്ചറിംഗിൽ കോട്ടിംഗ് പാൻ ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ടു പോളിഷ് ടാബ്ലറ്റ്സ്, ടു അപ്ലൈ കോട്ടിംഗ് ടു ടാബ്ലറ്റ്സ്, to counter tablets, to dry tablets. ഉത്തരം to apply a coating to the tablets കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Which type of procurement is typically used for goods such as stationery and chairs? അതായത് നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊക്യൂർമെന്റ് ആണ് കൂടുതലും ഗുഡ്സ്, സ്റ്റേഷനറി ആൻഡ് ചെയേഴ്സും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഇൻ ഹോസ്പിറ്റൽ എന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇൻ ഹോസ്പിറ്റൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോഴേ ഇച്ചിരി കറക്റ്റ് ആവുള്ളൂ കേട്ടോ.
in hospitals. So direct procurement, centralized purchasing, emergency purchasing and decentralized purchasing. So നമുക്ക് ഓൾറെഡി അറിയാം സെൻട്രലൈസ് പർച്ചേസിങ് അറിയാം, എന്താണ് അവർ വാങ്ങിയതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അല്ലേ. ഡിറക്റ്റ് നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ സബ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി പർച്ചേസ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. സോ എമർജൻസി പർച്ചേസിങ് അറിയാം, എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും AMCനേക്കാളും ഡ്രഗ് താഴേക്ക് വരിക, അത് എന്താണ് ആവറേജ് മന്ത്ലി കൺസപ്ഷനേക്കാളും ഡ്രഗ് എപ്പോഴെങ്കിലും താഴേക്ക് വരികയോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഡ്രഗ് ഓവർ യൂസ് ആവുകയോ ആണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് വിത്തൗട്ട് എ റീസൺ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എമർജൻസി ആയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്, എമർജൻസി പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഉത്തരം എന്താണ് വരിക, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. അതായത് നമ്മൾ എന്താണ് സ്റ്റേഷനറി, ചെയേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഒരു ഫേർണിച്ചർ ഇതെല്ലാം നമുക്ക് ഡീസെൻട്രലൈസ് പർച്ചേസ് ആണ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാത്തതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് ഹോസ്പിറ്റൽസ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇതെല്ലാം ഡീസെൻട്രലൈസ്ഡ് പർച്ചേസ് ആണ്. അതിൻ്റെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ എപ്പോഴാണോ അതിൻ്റെ ലാക്കിംഗ് വരുന്നത് അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് പർച്ചേസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ് ടു ചെക്ക് ഫോർ എനി ലീക്സ് ഇൻ ദി സീൽഡ് കണ്ടെയ്നർ ഓഫ് പാരൻട്രൽസിൻ്റെ കണ്ടെയ്നർ ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ടെസ്റ്റിൻ്റെ പേര് എന്തെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ക്ലാരിറ്റി, സ്റ്റെറിലിറ്റി, ലീക്ക്, പയോജൻ. ഉത്തരം എന്താണ്, ലീക്ക് ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്ത സീലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ കൂടെ ലീക്ക് ചെയ്യുന്നുണ്ടോ, മെഡിസിൻ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ലീക്ക് ടെസ്റ്റ്. ഓക്കെ, സോ വാട്ട് ഡസ് ദ ക്ലാരിറ്റി ടെസ്റ്റ് ഇൻ ദ പാനൽ മാനുഫാക്ചറിങ് ചെക്ക് ഫോർ? സോ ക്ലാരിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്ലാരിറ്റി ടെസ്റ്റ് പാരലൽ മാനുഫാക്ചറിങ്ങിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത്, എന്താണ് ക്ലാരിറ്റി തന്നെ ഉണ്ടായിരിക്കുന്നല്ലേ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ടെസ്റ്റാണ് ക്ലാരിറ്റി ടെസ്റ്റ്. സോ ഓപ്ഷൻ നോക്കിയാലോ, പ്രസൻസ് ഓഫ് പൈറോജൻ ആണോ, അല്ലല്ലേ, അത് തെറ്റാണ്. സോ പ്രസൻസ് ഓഫ് പെർട്ടിക്കുലർ മാറ്റർ അത് ശരിയാണ് അല്ലേ, ഫോറിൻ മാറ്റേഴ്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ടോ. ഐസോട്ടോണിസിറ്റി ആണോ, അല്ല. കെമിക്കൽ സ്റ്റെബിലിറ്റി ആണോ, അല്ല. അപ്പോൾ ഉത്തരം പ്രസൻസ് ഓഫ് പെർട്ടിക്കുലർ മാറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഡ്രഗ് ഫോർമുലേഷനിൽ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ടോ, പെർട്ടിക്കുലർ മാറ്റേഴ്സ് ഉണ്ടോ ഇല്ലെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രസൻസ് ഓഫ് പെർട്ടിക്കുലർ മാറ്റേഴ്സ് ടെസ്റ്റ് എന്ന് അല്ലെങ്കിൽ ക്ലാരിറ്റി ടെസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ബഫർ ഇൻ പാരലൽ ഫോർമുലേഷൻ? സോ നമ്മുടെ പാരലൽ ഫോർമുലേഷനിൽ ബഫറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? സോലിബിലിറ്റി കൂട്ടുക, pH മെയിൻറ്റെയിൻ ചെയ്യുക, ഓക്സിഡേഷൻ കുറയ്ക്കുക, ഫ്ലേവർ കൂട്ടുക. സോ ഉത്തരം ശ്രദ്ധിക്കണം, ബഫറാണ്. വാട്ട് ഈസ് ബഫർ? നമുക്കറിയാം അല്ലേ, കുറച്ച് ആസിഡോ ബേസ് നമ്മൾ ആഡ് ചെയ്താൽ അതിൻ്റെ pH മാറാതിരിക്കുന്നതിനാണ് നമ്മൾ ബഫർ എന്ന് പറയുക അല്ലേ. അപ്പോൾ എന്താണ്, ടു മെയിൻറ്റെയിൻ ദ ബഫർ. ബഫർ എന്താണ്? ബഫേഴ്സ് ആർ യൂസ് ടു മെയിൻറ്റെയിൻ ദ pH ഓഫ് പാരലൽ പ്രിപ്പറേഷൻ, എൻഷുർ ദ സ്റ്റെബിലിറ്റി ആൻഡ് എഫിക്കസി ഓഫ് ദി ഫോർമുലേഷൻ്റെ എഫിക്കസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബഫർ എന്ന് പറയുക. So which method of pyrogen test use the Lal reagent? So Lal reagent ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ലാൽ റിയേജന്റ് പൈറോജൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ്. സോ ബയോളജിക്കൽ ടെസ്റ്റിംഗ് യൂസിങ് റാബിറ്റ് വെച്ച് ഉപയോഗിക്കുമ്പോഴാണ് ലാൽ റിയേജന്റ് യൂസ് ചെയ്യുന്നത്. ലിമുലസ് അമൂബോസൈറ്റ് ലെസൈറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റെറിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലാഡ് ടെസ്റ്റ്. സോ ലാൽ ടെസ്റ്റിൻ്റെ ഒരു എക്സ്പാൻഷൻ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സോ ഈ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാൽ റിയേജന്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദ ലാൽ ടെസ്റ്റ് ഓൾസോ നോൺ ആസ് ബാക്ടീരിയൽ എൻഡോടോക്സിൻ ടെസ്റ്റ്. മറന്നു പോകണ്ട, BET. അതായത് ലാൽ ടെസ്റ്റിന് എന്തെന്ന് പറയുന്നുണ്ട്, ബാക്ടീരിയൽ എൻഡോടോക്സിൻ ടെസ്റ്റ് എന്നും കൂടെ പറയാറുണ്ട്. സോ ലാൽ റിയേജന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബാക്ടീരിയൽ എൻഡോടോക്സിൻ അല്ലെങ്കിൽ പൈറോജൻസ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്, ലാൽ ടെസ്റ്റ്. സോ വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് ദ സെൻട്രൽ ഫാർമസി സെന്റർ ഇൻ ദ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്? ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ പ്രൈമറി റോൾ എന്തെന്നാണ്, അതായത് ഒരു ഫാർമസി സെന്ററിനത് ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ സെൻട്രൽ ഫാർമസി സെന്ററിന്റെ റോള് എന്തെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. മാർക്കറ്റിംഗ് മാനുഫാക്ചർ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, ഇനിഷ്യേറ്റിംഗ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പോൾ എന്താണ് അവിടെ ഇനിഷ്യേറ്റിംഗ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ്, അതായത് അവിടെ എന്താ ചെയ്യുക, ഒരു സെൻട്രൽ ഫാർമസി സെന്റർ എന്താ ചെയ്യുക, ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ അവിടെ
എന്ത് ചെയ്യും, മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. വിച്ച് മെത്തേഡ് ഇൻവോൾവ് ലെവേർജിങ് എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് ആൻഡ് ഒപ്പീനിയൻ ടു എസ്റ്റിമേറ്റ് പ്രൊഡക്റ്റ് ഡിമാൻഡ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ അല്ലെങ്കിൽ അതിന് ഡിമാൻഡ് വരുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? പാസ്റ്റ് ഹിസ്റ്ററി അനാലിസിസ്, ജഡ്ജ്മെന്റ്, കാഷ്വൽ മോഡൽ മെത്തഡ് ആൻഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ. അപ്പോൾ ഉത്തരം എന്താണ്? ശ്രദ്ധിക്കുക, എക്സ്പേർട്ട് ജഡ്ജ്മെന്റ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡീൽ ചെയ്താണ്. ഉത്തരം എന്താണ്? ജഡ്ജ്മെന്റ് മെത്തേഡ്. സോ നമുക്കൊരു സാധനം അത് വരുമോ അല്ലെങ്കിൽ നമുക്കിനി ഫർദർ ഡിമാൻഡ് വരുമോ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയാണ് ഈ ഒരു ജഡ്ജ്മെന്റ് മെത്തേഡ് നമ്മൾ പറയുന്നത്. സോ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ സ്റ്റെറിലൈറ്റ് ടെസ്റ്റിംഗ് ഇൻ പാരലൽ മാനുഫാക്ചറിങ്? പാരലൽ മാനുഫാക്ചറിംഗിൽ സ്റ്റെറിലൈറ്റ് ടെസ്റ്റിന്റെ പർപ്പസ് എന്താണ്? ടു മെഷർ ദ കോൺസെൻട്രേഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് കോൺസെൻട്രേഷൻ അറിയാം. അതിൻ്റെ ആവശ്യമാണ്. നമുക്ക് അസയൊക്കെ ചെയ്ത് നോക്കിയാൽ പോരെ അല്ലേ? അത് വേണ്ട അല്ലേ? ടു കൺഫേം ദ ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം. സോ വയബിൾ മൈക്രോ ഓർഗാനിസത്തിന് ആബ്സെൻസ് ഉണ്ടോ എന്നറിയാം. അത് തന്നെയാണ് ഉത്തരം അല്ലേ? പിന്നെ ആസ് ദ ക്ലാരിറ്റി സൊല്യൂഷൻ അല്ല. ടു ചെക്ക് ദ പ്രസൻസ് ഓഫ് പൈറോജൻ അല്ല. അപ്പോൾ ഉത്തരം എന്താണ്? ടു കൺഫേം ദ ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം ആണ് സ്റ്റെറിലൈറ്റ് ടെസ്റ്റ് നമ്മളുകൊണ്ട് ചെയ്യുന്നത്. അത് ഫ്രീ ഫ്രം ലിവിങ് ബാക്ടീരിയ ആണോ അല്ലയോ എന്ന് അറിയുന്ന ടെസ്റ്റാണ് നമ്മൾ സ്റ്റെറിലൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. So in laminar airflow, what the typical air velocity to mean sterile condition? Sterile condition ചെയ്യാൻ വേണ്ടി നമുക്ക് ലാമിനർ എയർ ഫ്ലോയിൽ എത്രയാണ് അല്ലെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ എയർ ഫ്ലോ എത്രയായിരിക്കണം എന്നാണ്. സോ ഉത്തരം 100 feet/minute ആണ്. സോ പഠിക്കാത്ത ആൾക്കാരുണ്ട്, ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, 100 feet/minute ആണ്. നമ്മൾ കണ്ടാമിനേഷൻ കൺട്രോളിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. സോ വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ പാരലൽ പ്രൊഡക്റ്റ്? സോ പാരലൽ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ പാരലൽ പ്രൊഡക്റ്റിന് നമ്മൾ വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്തത്? പാരലൽ പ്രൊഡക്റ്റിന് ഏത് ടൈപ്പ് ഓഫ് എന്താണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുക എന്നാണ്? ഡ്രൈ ഹീറ്റ്, ഗാമ റേഡിയേഷൻ, ഓട്ടോക്ലേവിംഗ്, എത്തിലിൻ ഓക്സൈഡ്. എത്തിലിൻ ഓക്സൈഡ് നമ്മൾ ഉപയോഗിക്കാറില്ല, ഗ്യാസിയസ് സ്റ്റെറിലൈസേഷൻ ആണ്. സോ ഈ ഗ്യാസ് ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അബ്സോർബ് ആവുകയും അങ്ങനെ പ്രൊഡക്റ്റ് കണ്ടാമിനേഷൻ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ എത്തിലിൻ ഓക്സൈഡ് ചെയ്യില്ല. അത് നമുക്ക് ആദ്യമേ ക്യാൻസൽ ചെയ്യാം. ഗാമ റേഡിയേഷൻ ഒട്ടും നമ്മൾ യൂസ് ചെയ്യാറില്ല. നമുക്കറിയാം കാര്യം എന്താണ്, നമ്മൾ ഗാമയൊക്കെ നമ്മളെപ്പോഴും അത് ഒരു ഹയസ്റ്റ് മെത്തേഡ് ഓഫ് റേഡിയേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ പറയാറില്ല. ബേസിക്കലി ചെയ്യുന്ന ഓട്ടോക്ലേവിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, പാരലൽ പ്രൊഡക്ട്സിന് കൂടുതലായിട്ട് മൈക്രോബിയൽ കണ്ടാമിനേഷനൊക്കെ ഒരു സ്റ്റീം അണ്ടർ പ്രഷറിൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത് കേട്ടോ. So next one is, what is the role of solubilizing agent in parallel formulation? ഒരു പാരലൽ ഫോർമുലേഷന് സോലുബിലൈസിങ് ഏജന്റ് ഉപയോഗം എന്താണ്? വിസ്കോസിറ്റി കൂട്ടാൻ, എൻഹാൻസ് സോലുബിലിറ്റി ഓഫ് പുവർ വാട്ടർ സോലുബിൾ ഡ്രഗ്സ്. അതായത് പുവർ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ സോലുബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഉത്തരം നോക്കണം, സോലുബിലൈസിങ് ഏജന്റിന്റെ ഉപയോഗം എന്ത് എന്നാണ്. അപ്പോൾ ഉത്തരം ശ്രദ്ധിക്കുക. ആൻഡ് ടു ആക്ട് as പ്രിസർവേറ്റീവ് ആണോ? അല്ല, തെറ്റ്. ടു പ്രൊവൈഡ് കളർ ടു ദ ഫോർമേഷൻ ആണോ? അല്ല, തെറ്റ്. അപ്പോൾ എന്താണ്? ടു എൻഹാൻസ് ദ സോലുബിലിറ്റി ഓഫ് പുവർലി വാട്ടർ സോലുബിൾ ഡ്രഗ്സ് ആണ്. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി EOQന്റെ കാൽക്കുലേഷൻ? ഒരു ഡ്രഗ് മാനുഫാക്ചറിങ്ങിൽ നമുക്ക് EOQന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് ചോദ്യം. ടു മിനിമൈസ് ദ സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് സപ്ലൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടു മിനിമൈസ് ഓവറോൾ പർച്ചേസിങ് കോസ്റ്റ്, നമ്മൾ ടോട്ടലി പർച്ചേസിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടു ഇൻക്രീസ് ദ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പർച്ചേസ് കപ്പാസിറ്റി എന്ത് ചെയ്യണം? നമുക്ക് മിനിമൈസ് ചെയ്യണം അല്ലേ? നമുക്ക് കുറച്ച് കൊണ്ടുവരണം. നമുക്ക് മിനിമൽ ആയിരിക്കണം എപ്പോഴും, അല്ലാണ്ട് കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ എപ്പോഴും മിനിമൽ ആയിരിക്കണം. അപ്പോൾ മിനിമൽ ആയിരിക്കണമെങ്കിൽ EOQ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടു മിനിമൈസ് ഓവറോൾ പർച്ചേസിങ് കോസ്റ്റ് ആണ് ഉത്തരം. So the following is not a primary consideration in the decision of manufacturing a drug in house. So നമ്മൾ മാനുഫാക്ചറിങ് സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മളെ ബോധർ ചെയ്യാത്തൊരു കാര്യം എന്താണെന്നാണ് ക്വാളിറ്റി കമ്പാരിസൺ. നമ്മളെ പറ്റി ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ക്വാണ്ടിറ്റി ഡിറ്റർമിൻഡ് അനലിസിസ് നമ്മളെ ബാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതായത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിംഗ് നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമില്ല. മാനുഫാക്ചർ സമയത്ത് മാനുഫാക്ചറിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ കോസ്റ്റും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ ആ ഒരു നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അപ്പോൾ അതാണ് അവിടെ ഉത്തരം വരുന്നത് കേട്ടോ. സോ വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് ടർബിഡിറ്റി ഇൻ എ സ്റ്റെറിലൈ ടെസ്റ്റ് ഇൻഡിക്കേറ്റ്? സോ ഒരു സ്റ്റെറിലൈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടർബിഡിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്? അവിടെ വയബിൾ മൈക്രോ ഓർഗാനിസം ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാറ്ററോ അല്ലെങ്കിൽ പൈറോജനോ അല്ലെങ്കിൽ സോലബിലിറ്റി കൂടുതലാണോ എന്നൊന്നുമല്ല. ഉത്തരം എന്താണ്? അതിൽ വയബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്.
ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ടർബിഡിറ്റി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് യൂസിങ് ദ ലാൾ ടെസ്റ്റ് ഓവർ ദ റാബിറ്റ് പൈറജൻ ടെസ്റ്റ്? സോ റാബിറ്റ് പൈറജൻ ടെസ്റ്റിനേക്കാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാൾ ടെസ്റ്റിന്റെ ഉപയോഗം എന്ത് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണോ? ഹൈലി എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇറ്റ് പ്രൊഡ്യൂസ് മോർ ആക്യുറേറ്റ് റിസൾട്ട്, ഇറ്റ്സ് ക്വിക്കർ ആൻഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് ആനിമൽ, ഇറ്റ് റിക്വയർ ലെസ് ടെക്നിക് എക്സ്പെർട്ടീസ്. എന്താണ്? ഇറ്റ് അവോയ്ഡ് ആൻഡ് യൂസ് ഓഫ് ആനിമൽസ് നമുക്ക് അധികം ഉപയോഗിക്കണ്ട അല്ലേ. ആനിമൽസിന് അധികം നമുക്ക് ഒരുപാട് ഇപ്പോൾ റാബിറ്റ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു 10 റാബിറ്റ് ഒരു കൺട്രോൾ, ഒരു 10 റാബിറ്റ് നമ്മൾ അങ്ങനെ മാറ്റി ഉപയോഗിച്ച് നമ്മൾ റാൻഡമിലി സെലക്ട് ചെയ്തൊക്കെ ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ലാൾ ടെസ്റ്റ് അങ്ങനെ ആവശ്യമില്ല. നമുക്ക് ലാൾ റീജൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അത് ക്ലോഗ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ലാൾ ടെസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് വായിക്കുക. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്ത് റാൻഡമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. കാര്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു 1.5 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാന്നുള്ളൊരു സബ്ജക്റ്റാണ് ഹോസ്പിറ്റൽ ഫാർമസി ആൻഡ് ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വേണം. താങ്ക് യു.